ഇന്നിതാ വലിയൊരു ബോക്സും കൊണ്ടാണ് കേട്ടോ കിച്ചണിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഇപ്രാവശ്യം നമുക്ക് ഇൻഡസ് വാലിയിൽ നിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ള പാത്രങ്ങളാണ്. നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പാത്രങ്ങളാണ് കേട്ടോ. പാത്രങ്ങൾ നമ്മൾ വീട്ടമ്മമാരൊരു വീക്ക്നെസ് അല്ലേ, എനിക്കും അങ്ങനെ തന്നെ കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് പുതിയ പാത്രങ്ങൾ ഇങ്ങനെ കിട്ടുന്നത്. അതുപോലെ തന്നെ പുതിയ പാത്രങ്ങളിൽ കുക്ക് ചെയ്യണതും ഇഷ്ടാട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുള്ള പാത്രം രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ഒന്ന് നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ചായയും അതേപോലെ തന്നെ പാല് കാച്ചാനൊക്കെ പറ്റിയിട്ടുള്ള ചെറിയൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പാത്രമാണ്. പിന്നെ ഇത് കുറച്ച് പരന്നിട്ടുള്ള വലിയൊരു പാത്രമാണ് കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ തന്നെയാണ്, നല്ല കട്ടിയുള്ള നല്ല വെയിറ്റ് ഉള്ള നല്ലൊരു പാത്രമാണ്. പിന്നെ ഇൻഡസ് വാലിത്തെ പാത്രങ്ങളെ കുറിച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്രൊഡക്റ്റുകളാണ് ഒക്കെ. അയൺ പാത്രങ്ങളാണെങ്കിലും സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പാത്രങ്ങളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ കേട്ടോ. ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള പാത്രങ്ങളാണ്. ചിലപ്പോൾ വാങ്ങിക്കുമ്പോൾ കുറച്ച് റേറ്റ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ഈ നോൺ സ്റ്റിക്കിന്റെ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിന്റെ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോകും, പിന്നെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റൂല. അപ്പോൾ ഇങ്ങനെയുള്ള പാത്രങ്ങളാവുമ്പോൾ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് പുതിയ പാത്രങ്ങളൊക്കെ കിട്ടിയല്ലേ. അപ്പോൾ ഇതാ വലിയ കഷ്ണമീനും കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആ പാത്രത്തിൽ ഇത് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ. അങ്ങനെ ഇതാ മീനിൽ മസാലയൊക്കെ തേച്ച് വെക്കുന്നുണ്ട്. മീനൊക്കെ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം. അപ്പോൾ നല്ല പരത്തി വെട്ടിക്കൊണ്ടുവന്നതാണ് കേട്ടോ ബാബു ഇത്. അപ്പോൾ ഇതാ ഞാൻ ഇതിൽ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാ മസാല തന്നെ കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുറച്ച് സുർക്കയൊക്കെ ചേർത്ത് കൊണ്ടാണ് മസാല ഉണ്ടാക്കിയത്. അങ്ങനെ കുറച്ച് നേരം വെച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് വേഗത പൊരിച്ചെടുക്കണം. പിന്നെ ചില ആൾക്കാർക്കൊക്കെ ഉള്ളൊരു സംശയമാണ് ഇങ്ങനത്തെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പാത്രങ്ങളിൽ മീനൊക്കെ പൊരിക്കുമ്പോൾ അടിയിൽ പിടിക്കൂലേ. ഒരു കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ അടി പിടിക്കൊന്നുമില്ല. തീ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യണം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ചട്ടിയൊക്കെ ചൂടായി നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുമല്ലോ. എണ്ണയൊക്കെ ചൂടായതിന് ശേഷം മീൻ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മൂത്ത് കരിയാനൊക്കെ ചാൻസ് ഉണ്ട്. അതേപോലെ തിരിച്ചിടുമ്പോഴൊക്കെ കരിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചിടാൻ കഴിയില്ലല്ലോ. അപ്പോൾ തീ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ മീനൊക്കെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിന്. അങ്ങനെ അതാ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയണില്ലേ, എളുപ്പത്തിൽ എടുക്കാൻ കിട്ടും കേട്ടോ. പിന്നെ എനിക്ക് മീൻ പൊള്ളിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. കുട്ടികൾക്കും ബാബുവിനൊക്കെ മീൻ പൊരിച്ചെടുക്കുന്നുണ്ട്. എൻ്റെത് വാഴണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ എൻ്റെ മീനിൻ്റെ കഷ്ണം. എന്നിട്ട് പൊതിഞ്ഞിട്ട് നമുക്ക് അതിക്ക് വെച്ച് കൊടുക്കാം. കഴിയുന്നതും എണ്ണ കുറക്കാണ് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഷുഗറൊക്കെ വന്നതുകൊണ്ട് ഞാനിങ്ങനെ ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഓർക്കൊന്നും പിന്നെ ഇപ്പം അങ്ങനത്തെ കുഴപ്പമില്ല. അപ്പോൾ ഓരൊക്കെ അങ്ങനെ കഴിച്ചോട്ടെ വിചാരിച്ചു. എല്ലാവർക്കും മീൻ പൊരിച്ചതാട്ടോ ഇഷ്ടം. മീൻ കറി വെച്ചാലും മുളകിട്ടാലും ഒന്നും വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഓലത് പൊരിച്ചാനും വെച്ചു, എൻ്റെത് അങ്ങനെയും വെച്ചിട്ടുണ്ട്. പിന്നെ പരിപ്പ് കറി ആയിട്ട് ഉണ്ടാക്കുന്നത്, പരിപ്പും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള കറി. അപ്പോൾ അത് കുക്കറിൽ ഇട്ട് കൊടുത്താണ്, പരിപ്പും തക്കാളിയും പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചീര ഉണ്ടായിന് ഉപ്പേരി ഉണ്ടാക്കാൻ, അപ്പോൾ അത് അരിഞ്ഞ് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചോറും കൂട്ടാനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ച പാത്രങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ.